ADGP MR അജിത് കുമാറിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ SIT. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ വ്യക്തത വരുത്താനാണ് നീക്കം. തനിക്കെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയെന്നാണ് അജിത് കുമാർ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. ADGPക്കെതിരായ വിജിലൻസ് അന്വേഷണത്തിൽ തീരുമാനം ഉടനുണ്ടാകും. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. റിനു ശ്രീധർ, ADGP MR അജിത് കുമാർ എന്തിനാണ് RSSന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബിളയെയും ഒപ്പം മുതിർന്ന നേതാവ് റാം മാധവനെയും കണ്ടത് എന്നതും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുമെന്നതാണ് LDF യോഗത്തിൽ മുഖ്യമന്ത്രി കൊടുത്ത ഉറപ്പ്. അതിന്റെ അടിസ്ഥാനത്തിലാണോ അജിത് കുമാറിന്റെ മൊഴി വീണ്ടും എടുക്കാൻ SIT തീരുമാനിച്ചിരിക്കുന്നത്? സുജിയ, ഇന്നലെ പോലീസിന്റെ ആസ്ഥാനത്ത് വെച്ച തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്ത് വെച്ച് 4 മണിക്കൂറോളമാണ് MR അജിത് കുമാറിനെ ADGPയെ DGP മൊഴി രേഖപ്പെടുത്തിയത്. ഒരു ചോദ്യം ചെയ്യൽ എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അത്തരത്തിലുള്ള ഒരു മൊഴി രേഖപ്പെടുത്തലായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട 3 വിഷയങ്ങളാണ് MR അജിത് കുമാറിനെതിരെ ഉണ്ടായത്. RSS BJP നേതാക്കളെ കണ്ടതും, ഒപ്പം PV അൻവർ നൽകിയ പരാതി, ഒപ്പം ഈ ആരോപണങ്ങൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ADGP മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി. ഇതിൽ ADGP നൽകിയ പരാതിയും PV അൻവറിന്റെ ആരോപണങ്ങളിലും മാത്രമാണ് മൊഴി രേഖപ്പെടുത്തിയത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിച്ചതും അത് നമ്മൾ വാർത്തയായി നൽകുകയും ചെയ്തിരുന്നു. RSS BJP നേതാക്കളുമായുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടി ഈ പ്രത്യേക അന്വേഷണ സംഘം തന്നെ നേരത്തെ തീരുമാനിച്ചിരുന്നു. മുഖ്യമന്ത്രി അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തതാണ്. എന്നാൽ ആ വിഷയത്തിലുള്ള മൊഴി ഇനി വീണ്ടും രേഖപ്പെടുത്തുമെന്നുള്ളതാണ്, ഇനി ഒരിക്കൽ കൂടി ADGPയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ ലഭിക്കുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം PV അൻവർ ആരോപിച്ച ആരോപണങ്ങൾ, ഈ മരമുറി കേസ്, ഒപ്പം കൃത്യമായി തന്നെ നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ മാമി തിരോധാന കേസ്, അതുപോലെ തന്നെ റിധാൻ തിരോധാനം എന്നിവ അടക്കമുള്ള കേസ്, സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുള്ള ഒരു കാര്യം, ഇതെല്ലാം തന്നെയാണ് മൊഴിയായി രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഒപ്പം തൃശ്ശൂർ പൂരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായോ എന്നതടക്കമുള്ള കാര്യങ്ങൾ മൊഴിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ADGP MR അജിത് കുമാർ നൽകിയ മൊഴിയിൽ ഈ PV അൻവറിൻ്റെ പിന്നിൽ ഏതോ വലിയ ആൾക്കാരുണ്ട്, സ്വർണ്ണക്കടത്ത് അടക്കമുള്ളവർക്കുമായുള്ള ബന്ധമുള്ള ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് PV അൻവർ ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായി രംഗത്ത് എത്തുന്നത് എന്നടക്കമുള്ള ഒരു മൊഴിയാണ് DGPക്ക് ADGP നൽകിയത് എന്നതാണ്. എന്തായാലും ഒരാഴ്ചക്കകം ഇതുമേൽ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും DGP എന്നുള്ള വിവരവും ലഭിക്കുന്നു. കാരണം ഒക്ടോബർ 1-ാം തീയതി വരെ ഒരു സമയമുണ്ട്, ഒരു മാസത്തെ കാലാവധിയാണ് ഈ അന്വേഷണത്തിന് നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി. എങ്കിൽ പോലും നേരത്തെ തന്നെ ഏകദേശം 20 ദിവസത്തിനകം തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പും DGP നടത്തുന്നുണ്ട്. ഒപ്പം മുഖ്യമന്ത്രിക്ക് ഇന്നലെ DGP ശുപാർശ നൽകിയിരുന്നു വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആ വിജിലൻസ് അന്വേഷണത്തിലെ ഒരു തീരുമാനവും ഉടൻ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സുജയ.